CJP പ്രതിഷേധം വിജയം കണ്ടതിന് പിന്നാലെ എഥനോൾ പെട്രോളിനെതിരെ പുതിയ സമൂഹമാധ്യമ കൂട്ടായ്മ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട സമൂഹമാധ്യമ അക്കൗണ്ടുകൾക്ക് വൻ സ്വീകാര്യതയാണ് കിട്ടുന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ടാസ്ക് ഫോഴ്സിനെ പരിഹസിച്ച് CJP രംഗത്തെത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടാണ് പുതിയ സമൂഹമാധ്യമ കൂട്ടായ്മ. E20 ജനതാ പാർട്ടി എന്ന പേരിലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സ് 2 ലക്ഷം കടന്നു. ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള അവകാശത്തിനായി പോരാട്ടം എന്നാണ് കൂട്ടായ്മയുടെ മുദ്രാവാക്യം. എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും അക്കൗണ്ടിൽ വിവരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിന് പുറമെ എക്സിലും E20 കൂട്ടായ്മ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കൂട്ടായ്മയുടെ പിന്നിൽ ആരാണ് എന്ന് വ്യക്തമല്ല. അതിനിടെ പരീക്ഷാ നടപടി പരിഷ്കരിക്കാനായി നിയോഗിച്ച ടാസ്ക് ഫോഴ്സ് വിജയം കാണുമോ എന്ന് സംശയമുണ്ടെന്ന് CJP പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും പരാജയപ്പെടുന്നതാണ് ഇതുവരെയുള്ള അനുഭവം. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുമായിരുന്നില്ലെന്നും CJP എക്സിൽ കുറിച്ചു. CJPയുടെ അടുത്ത പദ്ധതി ഉടൻ പ്രഖ്യാപിക്കും. തീരുമാനമെടുക്കാൻ കുറച്ച് സമയം നൽകണമെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ് കെ പ്രതികരിച്ചു. റിപ്പോർട്ടർ ദില്ലി.